ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ മൊത്തത്തിൽ കുംഭമേളയിൽ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ചൈന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പല തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള പുരോഗമനത്തിലേക്ക് മുന്നേറ്റങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജോൺ ബ്രിട്ടാസിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹം അവതരിപ്പിച്ചൊരു പ്രത്യേക വിഷയം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വിഷയത്തെ അദ്ദേഹത്തിന് അവിടെ ധൈര്യത്തോടു കൂടി പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിലാണ് കഴിയുന്നത് എന്നുകൊണ്ടാണ്. കാരണം രണ്ട് രാജ്യങ്ങളുടെ പുരോഗമനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന കഴിവുകേടെന്നുള്ള രീതിക്ക് തന്നെയാണ് അദ്ദേഹം ഇതിനെ വിലയിരുത്തി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അധിക്ഷേപം തന്നെയാണ്, കുംഭമേളയെ അധിക്ഷേപിക്കൽ തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറയുന്ന സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഇത് ചൈനയിൽ പോയി അവിടുത്തെ ഭരണപക്ഷത്തിനെതിരായിട്ടാണ് അവിടെ പ്രതിപക്ഷം ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. അപ്പം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തി ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും വലിയ വസ്തുതയാണ്. അത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കുംഭമേള എന്ന് പറയുന്ന ഒരു മതവുമായി, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളുടെ ഫലമായി നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യം കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കൃത്യമായിട്ട് പ്രത്യേകമായിട്ട് ഒരു മതത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇവിടെ എല്ലാ മതത്തിനെയും ഒരുപോലെ കാണുകയാണ്. അതായത് എല്ലാ മതത്തിനും ഒരുപോലെ പിന്തുണയും സംരക്ഷണവും ബഹുമാനവും കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന അങ്ങനെയാണ്. കാരണം മതത്തെ ഒരു മൗലിക സ്വാതന്ത്ര്യമായി അനുവദിച്ച് തന്നിട്ടുള്ള ഒരു ഭരണഘടന ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ അധിവസിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾക്ക് അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ മതവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇനി ക്രിസ്ത്യൻസിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഈ പറയുന്ന മാരാമൺ കൺവെൻഷൻ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒത്തുകൂടലുകൾ, ഈ പറയുന്ന ഉത്സവങ്ങൾ, ആഘോഷങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ഭാഗങ്ങളായിട്ട് അവർക്കുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. മുസ്ലിമിലേക്ക് വരുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും അല്ലെങ്കിൽ ഒത്തുചേരലും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഓരോ മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒത്തുചേരലുകളും കാര്യങ്ങളും ഒക്കെ അവരുടെ അവകാശങ്ങളാണ്. ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇനി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ അവർ കുതിക്കുന്നു, നമ്മളൊന്നും ആവുന്നില്ല, കുംഭമേളയിൽ മുങ്ങി തപ്പുകയാണെന്ന് പറയുന്ന സമയത്ത് കുംഭമേള എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രത്തോളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയാതെ പോയി എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇവിടുത്തെ ചാറ്റ് ബോർഡ് സെക്ഷൻ ഉണ്ട്, അതായത് അതുമായി ബന്ധപ്പെട്ടൊരു സംവിധാനമുണ്ട്. അതിൻ്റെ പേര് കും സഹായിക് എന്നാണ്. അതിൽ കും സഹായിക്കിൽ SAH കഴിഞ്ഞ് കഴിഞ്ഞാൽ AI എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിലാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം അതിൻ്റെ സഹായവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന അതിനെക്കുറിച്ചുള്ള അറിയുന്ന ഒരു സംവിധാനമാണതെന്ന് പറയുന്നത്, കും സഹായിക് എന്ന് പറയുന്നത്. അവിടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ക്യാമറകളുടെ നിരീക്ഷണവും ബാക്കി കാര്യങ്ങളും നേരത്തെ തന്നെ വാർത്തകളിലൂടെ വന്നതാണ്, ഇതിൽ സജ്ജമാക്കും എന്നുള്ള കാര്യം പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതിനടുത്തിലേക്ക് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ഡ്രോൺസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്, AI സഹായത്തോടു കൂടിയുള്ളത്. അത് വെള്ളത്തിനടിയിൽ പോകുന്ന തരത്തിലേക്കായാലും ഉയർന്ന തലത്തിലേക്ക് പോകുന്ന തരത്തിലേക്കായാലും ഉപയോഗിക്കുന്നുണ്ട്. വെള്ളത്തിനടിയിലേക്കാണെങ്കിൽ ഒഴുക്ക് കൂടുന്ന സമയത്ത് എത്ര പേര് ഈ പറയുന്ന ആരെങ്കിലും ഒലിച്ചു പോകുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് എത്രത്തോളം ഈ പറയുന്ന വെള്ളത്തിനടിയിലേക്ക് പോകാൻ പറ്റുന്ന ഡ്രോൺസ് ഉപയോഗിക്കുന്നത്. ഇനി ഉയരത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ നടന്നിട്ടുള്ള ഇപ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾ, മരണങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് അറിയപ്പെട്ടിട്ടുള്ളതാണ്. അത് VIP പരിഗണന ലഭിക്കുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ ഒരു സൈഡിലേക്ക് മാത്രം മാറുകയും ബാരിക്കേഡുകൾ അല്ലെങ്കിൽ അതിൽ തിങ്ങി നിരുങ്ങിക്കൊണ്ട് ആൾക്കാർ മരണപ്പെടുകയും ചെയ്തൊരു സംഭവമാണ് അതെന്ന് പറയുന്നത്. അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തിക്കിത്തിരക്കുകൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനാണ് ഈ ഡ്രോൺസിൻ്റെ സംവിധാനം. അതിലും AI എന്ന് പറയുന്നൊരു സംവിധാനത്തെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കുംഭമേളയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പം ആ കുംഭമേള ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുന്ന സമയത്തും അതിനകത്ത് നമ്മുടെ നാട് കൃത്യമായിട്ട് നമ്മുടെ രാജ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ പുരോഗതി തന്നെയാണ്. കാരണം നമ്മുടെ നാട് മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നാടാണെന്നുള്ളതിൽ അഭിമാനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം അതിലൊരു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇങ്ങനെ താഴ്ത്തി കെട്ടുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നത് അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ അതിൻ്റെ പോരായ്മയായിട്ടുള്ള വശങ്ങൾ ഒരുപാടുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് കൂടുതലായി വരുന്ന സമയത്ത് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ആ ഗവൺമെൻറ് തന്നെ തീരുമാനിക്കേണ്ടതാണ്. കാരണം നദിയിൽ മാലിന്യ പ്രശ്നങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചധികം ആൾക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പോകുന്നതാണെങ്കിൽ പോലും കുംഭമേള എന്ന് പറയുന്ന ഒരു കാര്യം അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെ ആക്ഷേപിക്കുന്നതിന് അപ്പുറത്തേക്ക്
അതല്ല ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, നമ്മുടെ രാജ്യത്തിനോട് ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ്, അതുകൊണ്ട് ചൈനയോടൊപ്പം വളർച്ച, അല്ലെങ്കിൽ കാരണം അമേരിക്കയോടൊപ്പം അല്ലെങ്കിൽ അമേരിക്കയെക്കാളും കൂടുതൽ ഒരുപക്ഷെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അത്രയും ശക്തമായിട്ടുള്ള രാജ്യമാണ് ഈ പറയുന്ന ചൈന എന്നുള്ളത്, സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ആ ചൈനയെ ഇത്രയും പ്രകീർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചൈന നമ്മളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും മറക്കാതിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ചൈന വാർ നിന്നത്? ഇത്രയും നല്ല രീതിക്ക് ചൈനയുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് അന്ന് ഇൻഡോ ചൈന വാർ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഴപ്പം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. ടിബറ്റിനെ കൈയടക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, ചൈന കൈയടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടുത്തെ സന്യാസി സമൂഹത്തിന് അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഒരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നെഹ്റു ഗവൺമെൻറ് മുന്നോട്ട് വരുന്ന സമയത്ത് അതിനെ തുടർന്നൊക്കെയാണ് ഇവിടെ ഈ പറയുന്ന ഇൻഡോ ചൈന വാർ നടക്കുന്നത്. പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലപ്പുറത്തേക്ക് ഒരു സൈഡിൽ നിന്ന് ചൈന കൃത്യമായിട്ട് തുറന്ന് ഇന്ത്യ തുറന്ന് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് മനസ്സിലാക്കാതെ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അതിലപ്പുറത്തേക്ക് പലതരത്തിലുള്ള ഇവിടെ കോവിഡ് അടക്കമുള്ള പലതരത്തിലുള്ള മഹാമാരികൾ ഉണ്ടാവാനുള്ള വൈറസുകൾ തുറന്നുവിടുന്ന രാജ്യം ഏതാണെന്നും കൃത്യമായിട്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് അവരെ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ വിമർശിക്കാൻ തയ്യാറാവില്ല. കാരണം എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെ വിമർശനാത്മകമായിട്ട് എല്ലാത്തിനെയും കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പക്ഷെ അത് ചെയ്യില്ല. ഇന്ത്യയെ താഴ്ത്തി കിട്ടാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നടക്കുന്നില്ല എന്ന് പറയാൻ മാത്രമാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഉത്സാഹം നടക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറയുന്നത്. അത് മാത്രം എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്നൊരു കാര്യമാണ്.